ഹലോ ഗൈസ്, വെൽക്കം ടു മൈ സ്ട്രീം. വെൽക്കം. എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ? എടാ പോടാ കൊണ്ട്. അയ്യോ, ഫസ്റ്റ് വായിച്ചാൽ ഊള കമൻറ്റാ. എടാ തെറി വിളിക്കില്ല ബ്രോ. എന്തിനാ തെറി വിളിക്കണേ പറ ബ്രോ. നമുക്ക് നല്ല രീതിയിൽ തെറി വിളിക്കാറ് മനസ്സിലായോ? നിന്റെ തന്തയ്ക്കും ഇവർക്കൊക്കെ നമുക്ക് തിരിച്ച് വിളിക്കാറ് മനസ്സിലായോ? പക്ഷെ നമ്മളൊരു ലൈവ് ചെയ്യാണ്, ടി വി കാണുന്നവരുണ്ടാവും, അങ്ങനെ എല്ലാവരും ഉണ്ട് മനസ്സിലായി. അതുകൊണ്ട് മാന്യത കാണിക്കുക. അല്ലാതെ നിന്റെ പോലെ തന്നെ നമുക്കിതുണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കും അറിയാം. അപ്പോൾ നിനക്ക് മാത്രം അറിയാവുന്നൊരു കഴിവൊന്നല്ലേ തെറി വിളിക്കുക എന്നുള്ളത്. സോ ഒന്ന് മനസ്സിലാക്കാം. ഇന്നെന്താ വാച്ചിക്കൊക്കെ 700? എന്താ ഞാൻ അയ്യോ ഫേസ് ബാക്ക്ഗ്രൗണ്ട് ദുബായ് ഇടാൻ മറന്ന്. ഗൈസ്, ദുബായിൽ നിന്നാണ്. സോ ഒന്നും നോക്കിയില്ല. അവിടെ ഡയമണ്ട് കിട്ടിയോണ്ട് അവിടെ അതേപോലത്തെ ഒരു റൂമൊക്കെ ഉണ്ട് പണിത് മനസ്സിലായോ? ശരിയായ റൂം പണിതിട്ടുണ്ട്. നിങ്ങൾ എന്നും വിചാരിക്കണ്ടോ എന്താണ് എൻ്റെ ഈ സാധനം മാത്രം അപ്പോൾ തുറന്നെടുക്കുന്നത്? നിങ്ങൾ കരുതുന്നില്ലേ അത് കേടായിടാ? ബംഗാളികൾ എന്നെ ചാമ്പിക്കാഞ്ഞടാ. ഫാർഡോബ് കെണ്ടപ്പട്ടികൾ. അത് എത്ര അടച്ചാലും അടയുന്നില്ല. അതാണ് എന്നും തുറന്നെടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കണം. എക്സാം കഴിഞ്ഞുകൊണ്ടാണ്. ഓക്കെ. ഞാൻ വിചാരിച്ചു ഡയമണ്ടിൻ്റെ ആണ്. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ഷോർട്ട് സിം സ്റ്റാർട്ടായോ? എടാ ലൈക്ക് അടിക്കാതെ ഒരു ലൈക്ക് അടിക്കണേ. എടാ എൻ്റെ ജി പേ ബഗ്ഗാണ്. ഡൊണേഷൻ വരും, പക്ഷേ അലേർട്ട് വരത്തില്ല കേട്ടോ. എന്താ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ബഗ്ഗാവും. ഓക്കെ, ബെഡ്ഷീറ്റ് മാറ്റണം. സത്യത്തെ മണക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് മാറ്റണം. എടാ ഡയമണ്ട് എന്താ ചെയ്യണ്ടേ പറ. കുറേ പേര് ഇവോമാക്സ് ആക്കാൻ പറയുന്നുണ്ട്. ഇവോമാക്സ് ആക്കണോ? വേണ്ടല്ലോ. എൻ്റെ പൊന്നോ, എനിക്ക് എവിടെ നിന്നൊക്കെയാ മെസ്സേജും കോൾ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ബ്രോ. ഡയമണ്ട് ചോദിച്ചിട്ട് ഗ്രൂപ്പ് കോളൊക്കെ വരുന്നുണ്ടോ? പക്ഷേ ഫസ്റ്റ് എനിക്കൊരു ഗിഫ്റ്റ് തരുമോ? ഫുട്ബോൾ ഇമോട്ട് ഗിഫ്റ്റ് തരുമോ? സെറ്റൊക്കെ നോക്ക്, എല്ലാം സെറ്റൊക്കെ നോക്ക്. എടാ ഞാനിട്ടത് ഒരു ഡ്രീമായിരുന്നു മനസ്സിലായോ? സോ നമുക്ക് ഡയമണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. 2246 ഡയമണ്ട് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്ക്. അയ്യോ എക്സ് വരുന്നുണ്ട്. ഹലോ, എടാ വാക്സ് സംസാരിക്കുന്നുണ്ടോ? മൈക്ക് വെക്കാ? ഹലോ, വീട്ടിൽ വാക്സിൻ പറയുന്നുണ്ട്. അയ്യോ പ്രാഗല കേൾക്കുന്നുണ്ട്. ഹലോ, പ്രൈം സ്റ്റോറില് അവിടെ ഒരു ഏഷ്യറ്റിന്റെ സ്കിൻ ഉണ്ട്. വേഗം ഗിഫ്റ്റ് അടിച്ചോ. ഹലോ, എടാ വീണ്ടും മൈക്ക് വെക്കായോ? മക്കളെ മൈക്ക് ബഗ്ഗാണ് പറഞ്ഞു. അയ്യോ പ്രാഗല ഇത് എന്താണ് ഇപ്പൊ തൊട്ടരം പിടിച്ചൊക്കെ പ്രാകുന്നേ? ഞാൻ കുണ്ടനാണെന്ന് പറഞ്ഞ പിന്നെ നമുക്ക് നല്ലൊരു ബാനറും നല്ലൊരു അവതാരം നമുക്ക് വാക്സിൻ കൊടുക്കാം. ഓക്കെ, അവതാറല്ല പ്രൈം സ്റ്റോറിലെ മക്കളെ. എടാ ഇവൻ വാക്സ് തള്ളി വിടാണെന്നാ പറയുന്നത്. നിങ്ങൾ പറ പ്രൈം സ്റ്റോർ എത്താൻ അവിടെ ഏസിറ്റിന്റെ സ്കിൻ ഉണ്ടാ. എടാ ഞാൻ പ്രൈം 7 ഉള്ളവർക്ക് സ്റ്റോർ ആക്സസ് ഇല്ല മനസ്സിലായോ? ഞാൻ നോക്കട്ടെ. എനിക്ക് എത്തുന്നാണല്ലോ കാണുന്നത്. എനിക്ക് റൊണാൾഡോനെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എടാ സർപ്രൈസ് ആയിട്ട് കിട്ടുന്ന സുഖം ഡയറക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ? ലൈവില് മേടിക്കണം. ലീവ മുങ്ങും മക്കളെ, ലീവ മുങ്ങും. വാവ അക്ഷയാണ് ആടാ. മനസ്സോടെ ആണെങ്കിലും മെയിൽ ബോക്സിൽ സാധനം വന്നാ മതി. എടാ ഞാൻ കാര്യം പറയട്ടെ, ബാക്സ് എന്ന് പറഞ്ഞ സ്കിന്നില്ലാതെ കളിക്കുന്ന ഒരു ശരിയായ പ്ലെയർ അല്ലേ? ഇവന് സ്കിന്നിന്റെ ആവശ്യമുണ്ടോ? സ്കിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സ്കിന്ന് പോലില്ല നമുക്ക് സ്കിന്ന് പോലില്ല. ഈ വേൾഡ് പ്ലെയർ എന്നൊക്കെ ഏസിന്റെ സ്കിന്ന് കിട്ടുന്ന വലിയ വലിയ ഭാഗ്യാണ് അല്ലേ? അയച്ചോ അയച്ചോ. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് ഗൈസ് ഓക്കെ ഡയമണ്ട് ക്ലെയിം ചെയ്യും. ഓക്കെ, ഞാൻ ഡയമണ്ട് ഇല്ല, ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല. നിന്റെ പേരിട്ട് വന്നിട്ട് ഒരുത്തും കൊടുക്കേണ്ട അറിയുന്നുണ്ട് ഒരു ചാറ്റില്. ഓക്കെ സോ ക്ലെയിം ചെയ്യാം ഗൈസ്. ഓക്കെ,
ഇതാ നമ്മുടെ 50,000 ഡയമണ്ട്സ് അടിച്ചോനെ മിന്നിച്ചേക്കടേ ക്ലെയിം ചെയ്യാം. ഓക്കെ കൊറേ പേര് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. ആള് കൂടിയ പഠിച്ചോനെ ഞാൻ പൊളിച്ച് 1 ലക്ഷം ആകും 2 ലക്ഷം ആകും 3 ലക്ഷം ആകും. ഞാൻ എല്ലാ മാസം ഈ ഡേറ്റിന് 50,000 ഡയമണ്ട് വെച്ച് കിട്ടും. എല്ലാ മാസം അനുഗ്രഹിക്കുകയാണ്. 24 അപ്പൊ എല്ലാ മാസം 24 ലൈവ് ഉണ്ടാവത്തില്ല ഗൈസ്. ഓക്കെ ഇത് നോക്കിയ ഗോൾഡൻ ലൈറ്റ് ഇട്ടിട്ട് ഇപ്പൊ ഗിഫ്റ്റ് വയ്ക്കുന്നടാ. ഇവരെന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞില്ല നമുക്കൊരു പാൻഡോ ഒരു ബണ്ടിലോ മാത്രം അറിയോ മക്കളെ ബീറ്റൊക്കെ എന്താ അറിയോ? ഒരൊക്കെ പോയി അക്ഷയ് ഒരു ബണ്ടില് ഇത് കഴിഞ്ഞിട്ട് സോറി അയ്യോ കേരള വിഷയത്തെ ആര് ലൈവ് കാണുന്നുണ്ടാ? ഒരു കൈസഹായം. സ്കിൻ എന്തിനാ സ്കിന്നില് സത്യടാ സ്കിന്ന് എടാ സ്കില്ലുണ്ടാവുമ്പോ നമ്മൾ എന്തിനാണ് സ്കിൻ യൂസ് ചെയ്യുന്നത് അല്ലേ അല്ലേ ഗൈസ്? സ്കില്ല് ഒരുമിച്ചാണെങ്കിൽ ആലോചിച്ച് നോക്കാം. പവർ ഓവർ പവർ ഗൈസ് അവിടെ എവിടെ തീർന്നിട്ടോ. അപ്പൊ ഗൈസ് പെട്ടിക്കണ് ഞാൻ അത് വേറെ വഴിയില്ല. ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഐശ്വര്യായിട്ട് ഓക്കെ ഗൈസ് ഓക്കെ. അപ്പൊ വാക്സിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങാനും പറഞ്ഞ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്കിന്നൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഈ സ്കിന്ന് സ്കോപ്പ് പറഞ്ഞ ഒരുമാതിരി തീജ്വാല കാണിക്കും. ഈ ഫയർ ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. സ്കോപ്പർ ഒന്നും വട്ടാ പഠിക്കാലോ. ഫസ്റ്റ് ബുള്ളറ്റ് ഡ്രാഗ് ചെയ്തിട്ട് അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് ഗൈസ് വാക്സിൻ കൊടുത്താലോ? കമന്റ് ഇട്ടേ നോട്ടെ ചാറ്റിലൊക്കെ ഒപ്പീനിയൻ തോട്ടെ. ഗൈസ് വാക്സിൻ നമുക്ക് ഇതാണ്ട് കൊടുക്കാം. ഓക്കെ വാക്സിന്റെ സന്തോഷം അല്ലേ? നോക്കണം പെയ്ഡ് സെൻസ് അയച്ച ഓക്കെ ഓക്കെ കൊടുത്തേക്കാം. ഓക്കെ ഇതന്നെയല്ലേടാ? ഇതന്നെയല്ലേ? ഞാൻ പറഞ്ഞു എല്ലാ മാസം 50,000 ഡയമണ്ട് വരും. അടുത്ത തവണ ഉറപ്പായിട്ട് 1 ലക്ഷമായിട്ട് കിട്ടട്ടെ. ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിക്കാം. ഒരു പാന്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അക്ഷയ് ഒരു പാന്റ് മാത്രം നമ്മൾ ചോദിക്കുന്നത്. എന്റെ വിഷ് ലിസ്റ്റ് എടുത്ത് നോക്കാം. ഒരു ചെറിയൊരു പാന്റ് ഉണ്ട്. ആ ഒരു പാന്റ് മാത്രം കിട്ടിയ അപ്പൊ വാക്സിൻ നമുക്ക് ഇതങ്ങോട്ട് കൊടുത്തേക്ക്. ഓക്കെ ഈ സീറ്റിലടാ ഇതന്നെയല്ലേ സാധനം? ഓക്കെ ഓക്കെ കൊടുക്കാം. ഇതന്നെയല്ലേ ഇതിന്റെ അക്കൗണ്ട്? ഇതിന്റെ ഇതല്ലേ അക്കൗണ്ട്? തള്ളി മറിക്കടാ നീനു. ഓക്കെ 50,000 കിട്ടിയപ്പോ എന്തായി? ഇനി എല്ലാ മാസം ഷെയർ എൻജോയ് എല്ലാ മാസവും അതെന്താ വൗച്ചർ തന്നെയല്ലേ വൗച്ചർ. ഓക്കെ ഓക്കെ അയച്ചിട്ട് വാക്സിൻ കിട്ടിയോ? അയച്ചിട്ടുണ്ടേ പിന്നല്ല എൻജോയ് എന്ന് പറഞ്ഞോണ്ട് നമ്മള് കിട്ടിയാ ഇവിടെ വാക്ക് പറഞ്ഞ പാൻറ് കിട്ടിയിട്ടില്ല. പാൻറ് വേണം. പാൻറ് ഏത് വേണ്ട? ഞാൻ വിഷ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പാൻറ് ഫസ്റ്റ് ആയിട്ട് കിട്ടണം. ചെറിയൊരു പാൻറാണ്. AWM കൊണ്ട് വാവാന്ന് വിളിക്കാൻ മാത്രമല്ല ഈ സീറ്റിന്റെ സ്കിൻ അയക്കാനും എടാ പാന്റൊന്നും സ്റ്റോറിലില്ലല്ലോ. എനിക്ക് ഗിഫ്റ്റ് ചെയ്യാലോ? ആ പാന്റൊന്നും എനിക്ക് അയക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ലല്ലോ. അത് കാണിക്കാം. അത് ഗിഫ്റ്റിന്റെ ഓപ്ഷൻ പോയാൽ കാണിക്കും കേട്ടോ. അത് പുതിയൊരു ഓപ്ഷൻ ആയിട്ട് ഇതാണ് പാന്റ് പാൻറ് അല്ലല്ലോ. ഇതാണോ പാൻറ്? അതാണ് പാൻറ്. ഏതാ? അതാണ് പാൻറ്. ഇതൊക്കെ ഈ പാന്റ് എനിക്ക് ഇഷ്ടായി. എല്ലാരും ലൈക്ക് ബാക്കി പാൻറെല്ലാം ഇടിക്കത്തുണ്ട്. ഓക്കെ ഞാനെങ്ങനെയായിരിക്കും നീയൊരു അയച്ചു തരുമ്പോ അല്ല അക്ഷയ അയച്ചു തരുമ്പോ 10 ഇരട്ടിയായിട്ട് ഗരീനെ കൊടുക്കണേ ഭഗവാനെ. മക്കളെ 50,000 ഡയമണ്ട് 5 ലക്ഷം ഡയമണ്ട് ആയിട്ട് പഠിച്ചോ തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ല അക്ഷയ ഉറപ്പായിട്ട് കൊടുക്കത്തില്ലേ? പിന്നെ കൊടുക്കുമോ 3 വട്ടം. ഓക്കെ ഞാൻ എന്നാണ് എടാ നിന്റെ ലിസ്റ്റ് ഫുള്ളാ. നിന്റെ ഫ്രണ്ട് ഒക്കെ ഞാൻ എങ്ങനെ അയക്കാനാ? അല്ലേ ഗൈസ്
അടുത്ത മാസം പറയുമ്പോ നിന്റെ റിക്വസ്റ്റ് ലിസ്റ്റും പുള്ള തീരുമാനമായിക്കട്ടെ. അങ്ങനെ ഗൈസ് നമുക്ക് അക്ഷയ അയച്ചു തരുന്നു. അക്ഷയ്ക്ക് ഇതൊരു 10 ഇരട്ടിയായിട്ട് ഗരീനെ കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ കൂടെയുള്ള ആൾക്കാർ നിന്റെ ലാവ് പൊന്നാവട്ടെ. അതെ 10 ഇരട്ടിയായിട്ട് കേട്ടെ. എന്നെ മോഡാക്കാൻ ഞാൻ കുറെ നേരം ചോദിക്കാം. ആക്ടിവേറ്റ് ഒരു 2 ദിവസം കൂടി ആക്ടിവേറ്റ് ആ ചെറിയൊരു പാന്റ് മാത്രം നമുക്ക് മതി. വളരെ സന്തോഷമാണ്. അയച്ചിട്ടുണ്ട്. അക്ഷയ് പറഞ്ഞിട്ടുണ്ട് പോലെ 50,000 ഡയമണ്ട് ഒന്നും കിട്ടില്ല.